ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ ആലപ്പുഴയോട്ട് പോവുകയാണ്. ആലപ്പുഴയോട്ട് പോയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ആലപ്പുഴ പോയിട്ട് ഇതേപോലത്തെ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോണത്. ആലപ്പുഴ നേരത്തെയും പോയിട്ടുണ്ട്, പല ആവശ്യങ്ങൾക്കായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ ടൂറിസത്തിനായിട്ട് പോണത് ആദ്യമായിട്ടാണ്. അപ്പോഴൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരെ ചെറിയൊരു ബോട്ട് എടുത്ത് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു പട്ടിയൊക്കെ അവിടെ ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു ഈ വെള്ളത്തിൽ. അതുകൊണ്ട് ഈ തുടക്കത്തിലുള്ള വെള്ളത്തിലൊന്നും കൈയൊന്നും ഇടാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ അവിടെ നേരെ നമ്മൾ ചെറിയ ബോട്ട് എടുത്തിട്ട് നമ്മൾ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ, അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. അപ്പോഴേ നമുക്ക് റേറ്റ് കുറച്ചുകൂടെ രണ്ടുപേരും കൂടെ പാർട്ട്ണർഷിപ്പ് ഇട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ റേറ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2 ഫാമിലിയും കൂടെ ഒരുമിച്ചാണ് കയറിയത്. അപ്പോൾ ഞാനും എൻ്റെ പപ്പയും അമ്മയും ഉണ്ടായിരുന്നു, പിന്നെ അവർ 4 പേരും ഉണ്ടായിരുന്നു. അപ്പോൾ മണിക്കൂറിന് ആ സമയത്ത് 1000 രൂപയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഈ ടൂറിസം, അതായത് നല്ല അവധി കൂടുതലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ 1500 രൂപ അങ്ങനെയൊക്കെ പോകും. ഇല്ല ഓഫ് സീസൺ ആണെങ്കിൽ 600 രൂപയ്ക്കൊക്കെയാണ് മണിക്കൂർ അവർ ഓടുന്നത്. ഇപ്പോൾ എന്തായാലും നമ്മൾ പോയ സമയത്ത് 1000 രൂപയായിരുന്നു. പിന്നെ അവിടെ നേരെ നമ്മൾ പോയിട്ട് അടുത്ത് നേരെ സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഈ പോണ വഴിയൊക്കെ കിട്ടില്ല ഹൗസ് ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ വേറെ റേറ്റുകളാണ്. നമ്മൾ ചെറുതായിട്ടാണ് പോയത്. ഇതിപ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ബോട്ട് കൊണ്ടുവന്ന് ഈ ഹൗസ് ബോട്ടിൽ നിന്ന് കയറ്റിക്കൊണ്ട് പോകുന്നതാണ്. അല്ലെങ്കിൽ നമ്മളെ പോലത്തെ ചെറിയ ബോട്ടുകൾ കയറ്റിക്കൊണ്ട് പോകുന്നത്. അവർ മണിക്കൂറിന് ഒരു പെർ ഹെഡ് 300 രൂപ അങ്ങനെ എന്തോണ്. 10 മിനിറ്റ് ഓടിച്ചിട്ട് തിരിച്ച് നമ്മളെ ഈ പോയ ബോട്ടിൽ തന്നെ കൊണ്ടാക്കി തരും. അപ്പോൾ അങ്ങനെ നമ്മൾ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊന്ന് കണ്ടിട്ടോ. അപ്പോൾ ആലപ്പുഴത്തെ ബോട്ട് സഫാരി എല്ലാം കഴിഞ്ഞ് തിരിച്ചത് നമ്മൾ കാറിൻ്റെ അടുത്തോട്ട് എത്താറായി. ഇത് കഴിഞ്ഞിട്ട് പോയത് ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത ബീച്ചിലോട്ടാണ് കേട്ടോ, ആലപ്പുഴ ബീച്ചിലോട്ട്. അവിടെ എന്തായാലും സ്പീഡ് ബോട്ട് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ അറിഞ്ഞു പോയതല്ല. എന്തായാലും ഇവിടെ കയറാത്തത് നന്നായി എന്ന് അപ്പോഴും വിചാരിച്ച്. കാര്യം അവിടെയും പെർ ഹെഡ് 300 കടലിൽ പോകും. അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. കായലിൽ നമ്മൾ മിക്കവാറും വേറെയും പോയിട്ടുണ്ട്, വേടിയിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ കടലിലൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ കാറിൻ്റെ അടുത്ത് എത്തി. അപ്പോഴേതായാലും കേസ് ഒന്ന് കാണിക്കാനായിട്ട് വന്നതാണ്. ബൈ. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.